മുമ്പോട്ട് പോര്. വാക്കിംഗ് മിറാക്കിൾ. കൈയടിച്ച് ആ ഒരു ഇങ്ങനെ കൈയടിച്ചാൽ പോരത്, നന്നായിട്ട് ജീവനോടെ കൈയടിച്ച്. ആളിവിടെ എത്ര പേരെ കൈയടിക്കണം? മൈക്ക് കൊടുക്കണ്ട, പതുക്കെ പോകാം. യെസ് വെൽക്കം. ഹലോ, എൻ്റെ പേര് സോണിയ. ഇത് എൻ്റെ ഹസ്ബൻഡ് നോയൽ. ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ നോയൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഓഗസ്റ്റിൽ വന്നതായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് പനി തുടങ്ങി. ഇവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പനിയൊന്നും കുറയണില്ല. ആൾ ഹോട്ടലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവിടെ കൊളാപ്സ് ചെയ്തു. പിന്നെ തന്നെ ഊബർ വിളിച്ച് മൈക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ചു, തന്നെ ഊബർ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി എമർജൻസി കയറിയത് മാത്രമേ ഹസ്ബൻഡിന് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ കൊളാപ്സ് ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കൊളാപ്സ് ചെയ്ത് വീണു. അവിടെ അത് കഴിഞ്ഞ് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹാർട്ട് ഒട്ടും വർക്ക് ചെയ്യണില്ല. 5 to 10% മാത്രമേ ഉള്ളൂ. എല്ലാ ഓർഗൻസും ഫെയിൽ ചെയ്തു. ആളുടെ വൈറ്റൽസ് മൊത്തം താഴെ പോയി. അവർ ഇമീഡിയറ്റ്ലി വെൻറ്റിലേറ്ററിലും എക്മോയിലോട്ടും മാറ്റി. ആ എക്മോയിലോട്ട് മാറ്റി വിത്തിൻ ഹാഫ് ആൻ അവർ ഹാർട്ട് കംപ്ലീറ്റ്ലി നിലച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അഡ്മിറ്റായെന്ന് അറിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. എനിക്കിവിടെ ഒരാളെ പോലും അറിയില്ലായിരുന്നു. ബ്രദറും വന്നു. അപ്പോൾ ബ്രദറിനോട് നോയലിനെ നോക്കിയിരുന്ന സിസ്റ്റർ പറഞ്ഞത് ഹാർട്ട് അവിടെ വെറുതെ ഒരു ലിവിങ് ടിഷ്യൂ ആയിട്ട് ഇരിക്കേണ്ടെന്നേ ഉള്ളൂ, ഒന്നും വർക്ക് ചെയ്യണില്ല. ലങ്സ് കംപ്ലീറ്റ്ലി ഫെയിലായി, ലിവർ പോയി, കിഡ്നിയും സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ റൂമിൽ കയറി ചെല്ലുമ്പോൾ ഫുൾ മെഷീൻസാണ്, അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഫുൾ ട്യൂബ്സാണ് കഴുത്തേന്നും എല്ലായിടത്തും. ഹാർട്ടിന് മെഷീൻ, ലിവറിന് മെഷീൻ, കിഡ്നിക്ക് മെഷീൻ, ശരിക്കും പറഞ്ഞാൽ കണ്ട പേടി വരും അല്ലേ? അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഇങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നല്ലാണ്ട് അവർ വേറെ ഒന്നും പറയണമൊന്നുമില്ല. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടും നോയൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ വിചാരിച്ചു 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം തീരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾ ജീവനോടെ ഇരിക്കുന്ന തന്നെ ഒരു മിറക്കിളാണ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി വിൽ കം ആൻഡ് ക്യാറ്റ്. ഒരു മെക്കാനിക്കൽ ഹാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അങ്ങനെ നമുക്ക് ചിന്തിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സിവിയർ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായി. അവർക്ക് ഒരു രീതിയിലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 3 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തു, CT സ്കാൻ ചെയ്തു, ഒരു 16 കോയിലിട്ടു. അവർക്ക് ബ്ലീഡിങ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 28 യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് 3 ദിവസത്തിനുള്ളിൽ കയറ്റി. അത് കഴിഞ്ഞ് രാത്രി പിന്നെയും ഡോക്ടറെ വിളിച്ച് വരുത്തി. ഇപ്പോൾ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു, ഫെയ്റ്റിലാവില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർഗനും വർക്ക് ചെയ്യണില്ല. ഒരു ഓർഗനും വർക്ക് ചെയ്യാത്ത സ്ഥിതിയിലായിരുന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു? സെൻറ്റ് ഡേവിഡ്സ് ഡൗൺ ടൗണിൽ. ഓസ്റ്റിനിൽ. ഇവിടുത്തെ ഏത് ഹോസ്പിറ്റലാണ്? സെൻറ്റ് ഡേവിഡ്സ് ഡൗൺ ടൗൺ. ഓസ്റ്റിൻ ഹോസ്പിറ്റൽ. എന്നിട്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ICUയുടെ പുറത്ത് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് കൊന്തയെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ എൻ്റെ പുറകെ വന്നു നിന്നു. എന്നിട്ട് ഷീ വെയിറ്റഡ് ഫോർ മീ ടു കംപ്ലീറ്റ് മൈ പ്രേയേഴ്സ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷീ സെഡ് ഐ എം ഹോപ്പ്ഫുൾ നൗ. എനിക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി, ആ ആർട്ടറി എനിക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ജെയ്സൺ എന്നെ ഇവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ എന്നിട്ട് അച്ഛന് ഞാൻ ഫോട്ടോ കാണിച്ചു. ജെയ്സൺ ഇവിടെ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ജെയ്സൺ ഈ കാര്യം അല്ല, എന്താ ഉണ്ടായത് ജെയ്സൺ എന്ന് പറഞ്ഞ. എൻ്റെ പേര് ജെയ്സൺ. ഞാൻ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത്. ഞാനിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് കണ്ടു, ഇതേപോലെ ഒരു മലയാളി അത്യാസൻ എന്ന നിലയിൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത് കണ്ടറിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം സോണിയ പുറത്തിരുന്ന് കരയുന്നു. ഞാനും പോയി. ഇവിടെ ഓസ്റ്റിനിലുള്ളവർക്കറിയാം ഡോക്ടർ അനീഷ്. ഞാനും അനീഷും കൂടെ ഒന്നിച്ചാണ് പോയത്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ചെല്ലുമ്പോൾ സോണിയ അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നോയലിനെ ഞാൻ കയറി കണ്ടില്ല, പക്ഷേ അനീഷ് കയറി കണ്ടു. അനീഷ് കയറി കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അനീഷിനോട് സോണിയോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയെ പോരുമ്പോൾ ഞാൻ അനീഷിനോട് ചോദിച്ചു, അനീഷ് എന്താണ് അവസ്ഥ? അപ്പോൾ അനീഷ് പറഞ്ഞു, ജയ്സ ഹാർട്ട് റേറ്റ് ഇസ് ലെസ് ദാൻ 10%, ഹോപ്പൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പോഴായതുകൊണ്ട് തുറന്ന് പറയണമല്ലോ, അസോസിയേഷൻ്റെ രീതിയിൽ ഇതിനു മുമ്പൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായപ്പോൾ എങ്ങനെ ബോഡി എത്തിക്കാം എന്നുള്ള വശത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ അസോസിയേഷനിൽ ഇങ്ങനെ ചിന്തിക്കുകയും, കാരണം ഇവർ H1B വിസയിലായിരുന്നു ഇവിടെ വന്നത്. ഞാൻ ഇന്നുവരെ ഇവരോട് പറഞ്ഞിട്ടില്ല അത്, പക്ഷേ ഞങ്ങൾ ബോർഡിൽ അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നടത്തി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ വട്ടേലച്ഛൻ്റെ ധ്യാനം ഇവിടെ വന്നു.
അപ്പം ഞാൻ പെട്ടെന്ന് സോണിയയെ വിളിച്ചു പറഞ്ഞു, സോണിയ ഇങ്ങനെ വട്ടേലച്ചൻ ഇവിടെയുണ്ട്, ഒന്ന് കാണാനൊരു അവസരം ഉണ്ടാക്കുവാണെങ്കിൽ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സോണിയ പെട്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ വരാം. അങ്ങനെയാണ് ഇവിടെ വട്ടേലച്ചൻ്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചത്. ഓക്കെ, അന്ന് അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞാൽ ഹോസ്റ്റലിൽ ആദ്യത്തെ അത്ഭുതം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോയലിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ടാണ് അച്ഛനോട് അച്ഛൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോയിൽ ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഹോസ്റ്റലിലെ ആദ്യത്തെ അത്ഭുതം ആവട്ടെ എന്ന്. യേശുവേ, അവിടെ 9 ഡോക്ടേഴ്സ് ആയിരുന്നു നോയലിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 9 ഡോക്ടേഴ്സാണ് നോയലിനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ എല്ലാ ഓർഗൻസും ഫെയിലായി. അപ്പോൾ എല്ലാ ഓർഗൻസിനും വേണ്ടി കിഡ്നിയുടെ ഡോക്ടർ, ഹാർട്ടിൻ്റെ ഡോക്ടർ, ലിവറിൻ്റെ ഡോക്ടർ, ഇങ്ങനെ 9 എല്ലാ ഓർഗനും ഡെഡായി നിന്ന് പോയ അവസ്ഥയായിരുന്നു. അവർ ഒരു രീതിയിൽ ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, ഇനി ചെയ്താൽ തന്നെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങി ഒരുപാട് പേരെ ദൈവം നിയോഗിച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ്. ആ സമയത്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ കുരിശിൻ്റെ അടുത്ത് ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇത് ഹോസ്റ്റലിലെ ആദ്യത്തെ അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞ് അത് കർത്താവ് ശരീരത്തിലേക്ക് അങ്ങനെ ശക്തി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ചത്തേക്കുള്ളിൽ ഹാർട്ട് തിരിച്ച് ഓൾമോസ്റ്റ് നോർമലായി. അവർ ഡിസ്ചാർജ് പെട്ടെന്ന് റിക്കവറി ആയി. അതെ. പിന്നെ ഡോക്ടേഴ്സിന് തന്നെ ആ സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് ഒരാഴ്ച മുമ്പ് 5% കണ്ടത് 65% പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരികയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്കറിയില്ല ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. സാധാരണ ഇപ്പൊ ഡോക്ടർമാർ എന്താ പറയണത്? വാക്കിംഗ് മിറക്കിൾ എന്നാണ്. ഇപ്പോൾ സെന്റ് ഡേവിഡ്സിൽ നിന്നും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവർക്കും ഒരു കേസ് സ്റ്റഡി പോലെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം അവർ പോലും റൈറ്റ് ഓഫ് ചെയ്തിരുന്ന ഒരു കേസാണ്. അവിടെ ചെന്ന് ഇങ്ങനെ ഒരാൾ, ഞങ്ങൾ ഒരിക്കൽ അവിടെ അവരെ കാണാൻ പോയിരുന്നു. അവരെല്ലാവരും ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും എൻ്റെ ചുറ്റും വന്ന് നിന്ന് ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ രക്ഷിച്ചെടുത്ത ഒരാൾ എന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ അടുത്താണേലും ഈ നാട്ടിലെ ഓരോ ഫാമിലീസും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തവരാണേലും ഞങ്ങൾ പ്രാർത്ഥന, പിന്നെ അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം, പിന്നെ ഇവരുടെ വിശ്വാസം, ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് അങ്ങോട്ട് ചേർന്നു. പിന്നെ ജെയ്സൻ്റെ വിശ്വാസം, പിന്നെ അന്ന് നമ്മൾ ഒരുപക്ഷെ മിക്കവാറും നമ്മൾ ആ ധ്യാനത്തിലാണെങ്കിൽ എല്ലാവരും കൂടി പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇഫക്റ്റ് എല്ലാ ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലെ പ്രാർത്ഥനകളിലും എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജെയ്സൺ അതൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, മലയാളികൾക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവർ ധ്യാനത്തിലുള്ള തീ പിടിച്ച് നിന്നിരിക്കില്ല, അവരോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹാപ്പിയാണോ? ഒത്തിരി സന്തോഷം വെച്ചു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹി കെയിം ടു സേവ് മീ. ഹല്ലേലൂയ. ഈശോ came to save Noel and it happened. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷിയായിട്ട് നോയൽ, പിന്നെ വൈഫിൻ്റെ പേരെന്നാ സോണിയ. നോയലും സോണിയയും കർത്താവിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന അർപ്പിച്ചപ്പോൾ കർത്താവ് വന്ന് രോഗക്കിടക്കയിൽ വന്ന് സേവ് ചെയ്തതിൻ്റെ, രക്ഷിച്ചതിൻ്റെ ഒരു സാക്ഷിയായി, ജീവിക്കുന്ന സാക്ഷിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതാണ് യെശയ്യാ 35 അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഇതാ നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഹി വിൽ കം ആൻഡ് സേവ് യു. അത് സംഭവിക്കും. അപ്പോൾ ഇവർ കുറേ നേരം 2-3 ആഴ്ചയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇവർ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ കാസ്റ്റ് ഔട്ട് യുവർ ബേർഡൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടും ബേർഡൻ പോകുന്നില്ല, രോഗം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ ജെയ്സൺ പറഞ്ഞത് ഇവിടെ ഒരു അച്ഛനുണ്ട്, ആ അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലെസ്സിങ് വാങ്ങാൻ പറഞ്ഞു. അവർ വന്നു അല്ലേ, സോണിയ വന്നു. അന്ന് ധ്യാനത്തിന് ഇവിടെ ഇതുപോലെ ധ്യാനത്തിനിടയ്ക്കല്ലേ വന്നല്ലേ, ഇവിടെ പകൽ കൂടെ വന്നു. ആശീർവാദം ഫോൺ കാണിച്ചു, ഫോണിൽ ആശീർവാദം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ആശീർവാദത്തിൻ്റെ കൃപ ദൈവം അങ്ങോട്ട് ചൊരിഞ്ഞു. അതാണ് യെശയ്യാ 44:26. അവിടെ എന്താ പറയണത്? അനേകരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥാപേക്ഷകളും ജനത്തിൻ്റെ പ്രാർത്ഥനകളൊപ്പം തന്നെ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം കൂടെ ചെയ്തു. കർത്താവ് അത് ഇവർ ഏൽപ്പിച്ചിട്ട് പോകാത്തത് യേശുവിൻ്റെ നാമത്തിൽ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിട്ടുപോകും. യെശയ്യാ 44:26 ഇങ്ങനെയാണ് വചനത്തിൽ വായിക്കുന്നത്. അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തൻ്റെ ദൂതന്മാരുടെ ഉപദേശം നിവർത്തിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഒരു വാക്ക് പറഞ്ഞു, ഇത് ഹോസ്റ്റലിലെ ആദ്യത്തെ അത്ഭുതമായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ സാക്ഷിയാണത് അല്ലേ? ഹല്ലേലൂയ. പവർ
2 തവണ പവർ എന്ന് പറ. പവർ, പവർ, പവർ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് വന്നേ. ഇന്ന് ഈ നോയലിന് സോണിയയ്ക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കുറേ നേരം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങാണ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, അങ്ങാണ് കൃപ വർഷിക്കുന്ന ദൈവം, അങ്ങാണ് ജീവൻ നൽകുന്നത്, അങ്ങാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ, ആരാധന, ആരാധന. കർത്താവേ, ഈ ഹോസ്റ്റലിൽ അങ്ങ് വരുന്നെന്നും അങ്ങ് അനുഗ്രഹിക്കുന്നുവെന്നും അങ്ങ് സുഖപ്പെടുത്തുന്നുവെന്നും അങ്ങയുടെ മക്കളെ അറിയിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് വരുന്നത് സേവ് ചെയ്യാൻ വേണ്ടിയാണ്, അങ്ങ് വരുന്നത് രക്ഷിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോയലിനും സോണിയയും അവരുടെ കണ്ണുനീർ തൊടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവ് അവർക്ക് സന്തോഷം കൊടുത്തു. ഇവരൊക്കെ വേണ്ടി 5 ഹല്ലേലൂയ ഈ ദേവാലയം മുഴുവൻ മുഴങ്ങുമാർ ഉച്ചത്തിൽ പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.